അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പൊക്കെ തീർന്ന് പെരുന്നാൾ വരാറായി. അപ്പോൾ ഇതിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാവരും കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് 1 കപ്പ് പൈനാപ്പിളാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. അതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പാലിലോട്ട് 1 മുട്ടയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി അതിൽ വെച്ചൊന്ന് കുക്കാക്കി എടുക്കാം. ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ പുഡിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുപാടങ്ങ് നമുക്ക് പിന്നെ അതിന് ശേഷം നമ്മൾ ചൂടാക്കി എടുക്കേണ്ട. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രെഡിൻ്റെ സൈഡ് പോർഷനെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പൈനാപ്പിളിൻ്റെ ജ്യൂസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം അടുത്ത ലെയറായിട്ട് നമുക്ക് ആ പാലിൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബ്രെഡ് വീണ്ടും എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് പൈനാപ്പിൾ ജ്യൂസിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പൈനാപ്പിളും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്കിനി കുറച്ച് നട്ട്സൊക്കെ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതൊരു ഫ്രിഡ്ജിൽ 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്കെടുത്ത് പുറത്തെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ, താങ്ക് യു.